എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് സോയാബീൻ വെച്ചിട്ട് ഒരു ചെലവ് കുറഞ്ഞ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാം. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 കപ്പ് സോയാബീൻ ആണ് എടുത്തിരിക്കുന്നത്. അത് 3-4 വട്ടം പച്ചവെള്ളത്തിൽ കഴുകിയതിനു ശേഷം നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും അതിന്റെ ചവർപ്പെല്ലാം പോയി കിട്ടും. അതിനുശേഷം വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു കളയുക. ഞാനിവിടെ 4 കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സോയാബീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. പുളി കുറവുള്ള തൈരാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മന്തി മസാല. ഞാൻ ബിരിയാണി മസാലയ്ക്ക് പകരമാണ് മന്തി മസാല എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഗരം മസാല ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മസാലക്കൂട്ടിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് സവാള ഉള്ളി, 1/4 കപ്പ് ക്യാരറ്റ്. ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസിന്റെ അളവില് നമുക്ക് വേണ്ടത് പെരിഞ്ജീരകം കുറച്ച്, 3 കറുവപ്പട്ട, 4 ഗ്രാമ്പു, 5 ഏലക്കായ, സ്റ്റാർ അനീസ് 2 എണ്ണം. ഞാനിവിടെ കുക്കറിലാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ആദ്യം കുക്കർ എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ജീരകം എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് സവാള ഉള്ളി കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം. സവാള ഉള്ളി ബ്രൗൺ കളർ ആവണ്ട, അതിന് മുന്നേ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ അതിന്റെ അടിയിൽ നന്നായിട്ട് നിരത്തി കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത്. ഞാനൊരു അരി കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ജീരകശാല റൈസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു 15 മിനിറ്റ് അരി കുതിർത്തി വെച്ചാൽ മതി. ഇതേപോലെ അരി അതിന്റെ മേളിൽ വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 5 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ വിട്ടുപോയി, ആ വെള്ളത്തിലാണ് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടത്. അപ്പൊ കറക്റ്റ് അളവിന് നമുക്ക് കിട്ടും. ഞാനിവിടെ അല്ലാണ്ടാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മന്തി മസാല കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാൻ കുക്കറിൽ വെച്ച് ഒരു 2 വിസില് അടുപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാണ്. വിസിൽ പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാമുള്ളൂ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇതിന്റെ രുചി ശരിക്കും ഇഷ്ടാവും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം.